വിവരമില്ലായ്മ തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. അവരെ പോലെ അത്രയും ഒരു നടി, അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു നടിയുടെ വായിൽ നിന്ന് അങ്ങനെ കേൾക്കേണ്ടി വന്നത് ഭയങ്കര. ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും, ആ ഒരു സംഭവമൊക്കെ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നില്ല? ഇപ്പോൾ ഒരു താല്പര്യം ഇല്ലാതൊരു ആൺകുട്ടി ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ തന്നെ അവിടെ രണ്ടുപേരുടെ ലൈഫാണ് നഷ്ടപ്പെടുന്നത്. അതിൽ എത്രയോ ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോൾ ആദിലെ നൂറയും എൻ്റെ ഫസ്റ്റ് ട്രെയിൻ യാത്രയിൽ തന്നെ എനിക്ക് ഇങ്ങനൊരു അനുഭവമുണ്ട്. നമുക്ക് പറയുന്നത് മോശമാണ് അങ്ങനെ ചെയ്തത്, പക്ഷെ അവർ വളർന്നു വന്ന രീതികൾ. സേതുപതി പോലും എന്താ പറഞ്ഞത്, ആ പുള്ളിക്കാരിയെ പറ്റി ഇങ്ങനെ ഒരാളാണ് ലൈഫിൽ ഒത്തിരി ഇത് കടന്നു വന്ന് അങ്ങനെ ഒരു മോട്ടിവേറ്റ് ചെയ്തിട്ട് അവിടെ എല്ലാവർക്കും ഭയങ്കര അവർ വെൽക്കം ചെയ്യുന്നത്. ഇപ്പൊ റീസെന്റ് കൂടി ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നമുക്കിങ്ങനെ നീ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് ഭയങ്കര കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും പിന്നെ ഇന്ന് കുത്തിയിട്ട് അങ്ങനെ പോയ എന്തെങ്കിലും സർക്കിൾ ഫ്രണ്ട്സോ അങ്ങനെ ഒരാളുണ്ടായിരുന്നു? ഏറ്റവും വലിയ ക്രഷ് എന്ന് വെച്ചാൽ ഡോക്ടർ KG യേശുദാസാണ് എൻ്റെ ഏറ്റവും വലിയ ക്രഷ്. അവര് സെക്സ് വർക്ക് ചെയ്തത് അവരുടെ ഗതികേടുകൊണ്ടാണ്. അവർക്ക് ജോലി ആരും കൊടുക്കുന്നില്ലായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊന്നും. അവർക്ക് അവരുടെ സർജറിക്ക് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത്. പക്ഷെ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈ ഒരു പണിക്കൊന്നും ഇറങ്ങത്തില്ല. അവരെ ഗതികേട് കൊണ്ടാണ്. അതെന്ത് ആൾക്കാരും മനസ്സിലാക്കാത്തേ എന്ന് ചിന്തിക്കുന്ന ഒരു ഇതും. അപ്പം അതുകൊണ്ടാണോ ആൾക്കാരങ്ങനെ ഫാമിലി ആയിട്ടിരിക്കുന്ന കുട്ടികളുണ്ട്, അപ്പൊ അവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്യുന്നതിനോട് ഭയങ്കര വിയോജിപ്പാണ്. ഒന്നെങ്കിൽ പോയാൽ നല്ലപോലെ വരാം, ഇല്ലെങ്കിൽ ഇപ്പം എനിക്ക് മസ്താനി വന്ന സമയത്ത് ഭയങ്കര ട്രോളും കാര്യങ്ങളായിരുന്നു പുള്ളിക്കാരിക്ക്. ഡബിൾ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുവാണ്. ലൈക്ക് പുറത്തുള്ളൊരു വോട്ടിംഗ് സിസ്റ്റം ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടി ആ ഒരു പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന പോലെയാണ്. നോർമൽ പെൺകുട്ടികളും ഇത് ചെയ്യാറുണ്ട്, ഈ സെക്സ് വർക്ക് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണെങ്കിൽ ഏറ്റവും കൂടുതൽ എതിർക്കേണ്ടത് സ്ത്രീകളെയാണ്. കേരളത്തിൽ മുട്ടിന് മോഡലിംഗ് കമ്പനികളാണ്. എല്ലാവരും ഇങ്ങനെ അവരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് വോക്ക് ചെയ്യാന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ട് ഫോട്ടോഷൂട്ടും കൊടുത്തിട്ട് അവർക്ക് ചെറിയൊരു കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നു, ഇവർക്ക് പൈസ ഏൺ ചെയ്യുന്നു. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസ് ഓണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. ഹായ്, ഓൺ ടു ടോക്കിലെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ഗസ്റ്റ് മിസ് ട്രാൻസ് ഗ്ലോബൽ 2021 വിന്നർ കൂടിയായ പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൂടിയായ ഒരാളാണ് ഇന്നോടൊപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് വെൽക്കം ചെയ്യാം ശ്രുതി സിത്താര. ഹായ്. നല്ല രസമുണ്ട് കേട്ടോ. ഫസ്റ്റ് എന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആള് വിചാരിച്ചു ഇത് ബ്ലാക്ക് ഡ്രസ്സാന്ന്. ഞാൻ പറഞ്ഞു ഇത് ബ്ലാക്ക് അല്ല ഗ്രീനാന്ന് വെച്ചാൽ നല്ല രസമുണ്ട്. എന്താണ് ആ ഒരു സൗന്ദര്യത്തിന്റെ രഹസ്യം? സൗന്ദര്യം അത് കാണുന്ന ആൾക്കാരുടെ ഭയങ്കര ക്ലിയർ സ്കിന്നൊക്കെ അല്ലേ? നമ്മളിപ്പം ഒത്തിരി ഇങ്ങനെ ക്ലിയർ സ്കിന്നൊക്കെ ആവണമെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പൊ എന്തെങ്കിലും ടിപ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. എനിക്കിങ്ങനെ ക്ലിയർ സ്കിന്നൊന്നും അല്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് മേക്കപ്പ് അല്ല, തോന്നുന്നുണ്ടെങ്കിൽ അത് മേക്കപ്പാണ്. ഓക്കെ. പിന്നെ ഞാൻ നന്നായിട്ട് എല്ലാവരും പറയണ പോലെ നന്നായിട്ട് വെള്ളം കുടിക്കും. അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നന്നായിട്ട് വെള്ളം കുടിക്കും. അതുപോലെ തന്നെ എൻ്റെ ഭക്ഷണ രീതികൾ എപ്പോഴും എനിക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഈ ചോറ്, ചീര, അങ്ങനെ ഗ്രീൻ ലീവ്സ് ഭയങ്കരമായിട്ട് കഴിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കും. അത് ഫേസിൽ കാണും, അത്ര അതായിരിക്കും. ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് നമ്മള് ബ്യൂട്ടി കുറച്ചുകൂടി ഇതായി നിക്കണമെന്നുണ്ടോ? അതായത് ക്ലിയർ സ്കിൻ അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ബ്യൂട്ടി എന്ന് പറയുന്ന സാധനം ഒരാളുടെ പേഴ്സണാലിറ്റി അതൊക്കെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ബാക്കി നമ്മൾ ലൈക്ക് ബ്യൂട്ടി ഇൻ ദ സെൻസ് നമ്മൾ ഭയങ്കര ഫെയർ സ്കിൻ ടോൺ വേണം, അല്ലെങ്കിൽ ഭയങ്കര ലീനായിട്ടിരിക്കണം, അങ്ങനത്തെ ഇതിലൊന്നും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് കഴിക്കും. ലൈക്ക് അങ്ങനെ ഭയങ്കര ഡയറ്റ് ഒന്നും എടുക്കാറില്ല. ഡയറ്റ് കോൺഷ്യസ് അത് ഞാൻ എൻ്റെ ശരീരപ്രകൃതി അങ്ങനെ എത്ര കഴിച്ചാലും വണ്ണം വെക്കത്തില്ല. അത് ഭയങ്കര ചിലവർ പറയും വെള്ളം കുടിച്ച് തന്നെ വണ്ണം വെക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? സിനിമ കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു? പുതിയ വിശേഷം ഇപ്പോൾ കറക്കം എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞു ശ്രീനാഥ് ബാസിയുടെ കൂടെ. അതെനിക്ക് തോന്നുന്നു അടുത്ത മാസം നവംബർ അല്ലെങ്കിൽ ഡിസംബർ റിലീസ് ഉണ്ടാവും. സിനിമ നടിയാണ് ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത്. അങ്ങനെയൊന്നുമില്ല, ചെറിയൊരു റോള്. റോൾ നമ്മൾ ഒരു മൂവിയിൽ ചെയ്യാന്ന് വെച്ചത് വലിയൊരു കാര്യമാണ്. ചെറുതാണെങ്കിലും വലുതിലോട്ടൊക്കെ വരുന്നത് മോട്ടിവേഷൻ. പിന്നെ അതിന് ശേഷം അനിൽദാസ് സാറിന്റെ സോഹൻ സീനുലാല് മാധുരിയൊക്കെ ഉള്ളൊരു പ്രോജക്റ്റ്, അതിനകത്ത് സപ്പോർട്ടിങ് ആക്ട്രസ് ആയിട്ട് അത് ഓൺഗോയിങ് ആണ്. അത് ഇനിയും ഒരു ഷെഡ്യൂൾ കൂടി ബാക്കിയുണ്ട്. ഓക്കെ, ഈ മിസ് ട്രാൻസ് ഗ്ലോബൽ
2021 അത് ഭയങ്കര ഒരു ഇതായിരുന്നു നമ്മളെ സോഷ്യൽ മീഡിയയിലായാലും ആ ഒരു സംഭവം കിട്ടിയപ്പോൾ തന്നെ. അപ്പോൾ എന്തെങ്കിലും ആ ടൈമിലുണ്ടായിരുന്ന ഒരു എന്തെങ്കിലും കോമൻസ് ഓർമ്മയുണ്ട്? ഇപ്പം നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്തെങ്കിലും? നെഗറ്റീവ് ഒന്നും അങ്ങനെ ഞാൻ കൂടുതൽ അങ്ങനെ നോക്കാറില്ല. പോസിറ്റീവ് കമൻസ് ആണ് ഒരുപാട് ഉണ്ടായിരുന്നത് ആ സമയത്ത്. ലൈക്ക് ഞാൻ ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്ത് മത്സരിച്ചുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഭയങ്കര ഒരു പ്രൗഡായിരുന്നു. ഒരുപാട് ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ളൊരു ഒരു ന്യൂസ് വാല്യൂ ഉണ്ടായി എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക്. ഭയങ്കര ഞാൻ തന്നെ അപ്പോൾ ആ സമയത്തൊക്കെ സ്റ്റോറി കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് വിചാരിച്ചില്ല ഇന്റർവ്യൂ എടുക്കാൻ പറ്റുമെന്നൊക്കെയാണ്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഷോസിലൊക്കെ വെച്ച് പല പ്രാവശ്യവും ചേച്ചിയെ കാണാറുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സംസാരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ജഡ്ജിങ്ങിന്റെ സമയത്ത് എൻ്റെ ഷോയിൽ ജഡ്ജായിട്ട് ചേച്ചി ഉണ്ടായിരുന്നു. അതേത് ഷോ ആയിരുന്നു? ഞാൻ പറഞ്ഞല്ലോ ഗിബിയുടെ ഒരു ഷോസിന് വന്നിട്ടുണ്ടായിരുന്നു കൊല്ലത്ത് വെച്ച്. അന്ന് ക്രൗണൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അന്ന് ഞാൻ ആ ഷോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് അവർ പറഞ്ഞായിരുന്നു നമ്മുടെ ജഡ്ജ് വന്നിട്ട് ശ്രുതി സിത്താരയാണെന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോയിൻസിഡന്റ് ആയിരുന്നു. അപ്പം ഞാൻ അയ്യോ അന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു മോഡലിംഗ് ഫീൽഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു ജഡ്ജ് വരിക അല്ലെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കണമെന്നൊക്കെ നമുക്ക് ആ അവരോട് ഇതിൽ നിൽക്കുമ്പോൾ തോന്നുന്നു. പക്ഷെ ഞാൻ പിന്നെ നമുക്ക് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല ആക്ച്വലി. പക്ഷെ ഇപ്പം മോഡലിംഗ് ഒക്കെ വിട്ടു. ആക്ച്വലി ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ മോഡലിംഗ് ഇപ്പം ചേച്ചിക്ക് അറിയാം എന്താണ് ഇപ്പൊ കറന്റ് ഇവിടെ നടക്കുന്ന മോഡലിംഗ്. ചുമ്മാ ഓരോ കമ്പനീസ് വരുന്നു, ചുമ്മാ ഏതെങ്കിലും പിള്ളേരെ റാമ്പ് വയ്ക്കണമെന്ന്. ഞാൻ അതുകൊണ്ട് പരിപാടി നിർത്തി. ഇപ്പൊ ഇവിടെ കേരളത്തിൽ മുട്ടിന് മോഡലിംഗ് കമ്പനികളാണ്. എല്ലാവരും ഇങ്ങനെ പറയുന്നു പൈസ മേടിച്ചിട്ട് റാമ്പ് വോക്ക് ചെയ്യാന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ട് ഫോട്ടോഷൂട്ടും കൊടുത്തിട്ട് അവർക്ക് ചെറിയൊരു കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നു, ഇവർക്ക് പൈസ ഏൺ ചെയ്യുന്നു. ചില ആൾക്കാർ പറയുന്ന ഒരു മോഡൽ ആവണമെങ്കിൽ കാണാൻ ഭംഗി വേണം, കളർ വേണം, അങ്ങനെ. പക്ഷെ ഞാൻ കേട്ടുള്ള ഹൈറ്റ് വേണം, പേഴ്സണാലിറ്റി വേണം, നന്നായിട്ട് റാമ്പ് വോക്ക് ചെയ്യണമെന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. ഈ ഭംഗി എന്ന് പറയുന്ന സാധനം ഇപ്പൊ എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ കുറേ സോക്കോൾഡ് ബ്യൂട്ടി പാരാമീറ്റേഴ്സ് ഉണ്ട്. ലൈക്ക് വെളുത്തിരിക്കണം, വെലിഞ്ഞിരിക്കണം, അങ്ങനത്തെ. അതിൻ്റെ അപ്പുറത്തേക്ക് ഭംഗി എന്ന് പറയുന്ന സാധനത്തിന്റെ ഡെഫിനേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാ സ്കിൻ ടോണിലും എല്ലാ ബോഡി ഷേപ്പിലും ഭംഗിയുണ്ട്. അത് ആ ഒരു കാണേണ്ട കണ്ണിലൂടെ കാണുന്ന ആളുടെ കണ്ണിലാണ് ബ്യൂട്ടി എന്ന് പറയുന്ന പോലെ. അപ്പം ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോൾ ഒരു ഇച്ചിരി വണ്ണമുള്ളൊരു ശരീരത്തിനും ഭംഗിയുണ്ട്. ആൾക്കും റാമ്പ് വോക്ക് ചെയ്യാം, മോഡലിംഗ് ചെയ്യാം, കോൺഫിഡൻ്റ് ആയിട്ട് വോക്ക് ചെയ്യാം. ഓൾ അബൌട്ട് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം എന്നുള്ളതാണ്. അതിപ്പോൾ ഇങ്ങനത്തെ ശരീരമുള്ള ഒരാളാണെങ്കിലും എങ്ങനത്തെ സ്കിൻ ടോൺ ഉള്ള ഒരാളാണെങ്കിലും. ഓക്കെ. ഇപ്പോൾ ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ? ബിഗ് ബോസിലോട്ട് വിളിച്ചായിരുന്നോ? ബിഗ് ബോസിന്റെ പഴയ സീസൺസിലോട്ടൊക്കെ ഒരു സീസണിൽ മിസ് ട്രാൻസ് ഗ്ലോബൽ ആയി കഴിഞ്ഞിട്ടുള്ള ഒരു സീസണിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പോയില്ലേ? എനിക്ക് ഞാൻ ഭയങ്കര ഇമോഷണലി വൾനറബിൾ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് പറ്റിയ അനുമോളുടെ എക്സ്ട്രീമാണ് ഞാൻ. കറക്റ്റ് അനുമോളെ പോലെ. അനുമോള് ശരിക്കും അവിടെ ഭയങ്കര ജെനുവിൻ ആയിട്ട് തന്നെ നിൽക്കുന്നത്. ആളുടെ ക്യാരക്ടർ ആൾക്കാർ പറയും എപ്പോഴും കരച്ചില്ല, പക്ഷെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എന്ത് പറഞ്ഞാലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം കരയുന്നതാണ്. നമ്മള് ദേഷ്യപ്പെടുന്നതായിരിക്കാം, പക്ഷെ ആ ദേഷ്യം നമുക്ക് കണ്ണീന്ന് കണ്ണീരായിട്ട് വരും. അങ്ങനത്തെ ഒത്തിരി ആൾക്കാരുണ്ട്. എന്നെ ട്രിഗർ ചെയ്താൽ എനിക്ക് തിരിച്ചു പറയാൻ പറ്റില്ല. എനിക്കത് കരഞ്ഞു തീർക്കണം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിനോണ്ട് ആ എപ്പിസോഡ് കഴിഞ്ഞ് പോവുക, ഇത് കഴിയുമ്പോ കരച്ചിൽ കഴിയുമ്പോ. അപ്പൊ പിന്നെ ഞാൻ നോക്കിയിട്ട് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിനിമയാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ കൂടി സിനിമ എന്നുള്ളൊരു ലക്ഷ്യത്തിലായിരിക്കും പോകുന്നത്. സോ അതില്ലാതെ തന്നെ ഞാൻ സിനിമ ഇപ്പൊ ചെയ്യുന്നുണ്ട്. പിന്നെ ലൈക്ക് കുറച്ച് ആളുകൾക്കൊക്കെ എന്നെ അറിയാമെന്ന് തോന്നുന്നു. ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാലും എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സോ അപ്പൊ ഞാൻ ആലോചിക്കുകയാണ് ബിഗ് ബോസിൽ പോയിട്ട് പ്രത്യേകിച്ച് എനിക്ക് നേടാനൊന്നുമില്ല. ഒരു ഫിനാൻഷ്യൽ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നെങ്കിൽ പോയാൽ നല്ലപോലെ വരാം, ഇല്ലെങ്കിൽ ഇപ്പം എനിക്ക് മസ്താനി വന്ന സമയത്ത് ഭയങ്കര ട്രോളും കാര്യങ്ങളായിരുന്നു പുള്ളിക്കാരിക്ക്. അതുപോലെ ഒന്നെങ്കിൽ സൈബർ ബുള്ളിങ് ചെയ്യേണ്ടി വരും. നമുക്ക് എനിക്ക് എന്തായാലും നല്ല നെഗറ്റീവ് വരും എന്നുള്ള ഉറപ്പാണ് പോയിക്കാൻ. ഇപ്പോഴേ പറയും എനിക്ക് നെഗറ്റീവ് വരും, എനിക്ക് ഉറപ്പാണ്. അങ്ങനെ അതങ്ങനെയാ, അതുകൊണ്ട് പോവാതിരുന്നു. ഇപ്പൊ ബിഗ് ബോസിൽ ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാണ്? അതിൽ വിൻ ചെയ്യും എന്ന് തോന്നിയിട്ടുള്ളത്? ഇഷ്ടമുള്ളത് നൂറയാണ്. വിൻ ചെയ്യുമെന്ന് തോന്നുന്നത് മേ ബി അനീഷ് ഓർ അനുമോൾ. കാരണം നമ്മുടെ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ സ്ഥിരം കാണുന്നതാണല്ലോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ അനുമോൾക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് എവിക്ഷൻ വരും. പക്ഷെ അനുമോൾക്ക് ഒരു PR ഉണ്ട് എന്ന് പറഞ്ഞ് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നാള് നിന്നത്. ഉണ്ടാവും.
എനിക്കതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. PR ഉണ്ട്, പക്ഷെ നാച്ചുറലി അനുമോളിനെ ഇഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ട്. പ്ലസ് PR ഉണ്ടാവും. കാരണം ആ ഒരു 100 ദിവസം നിൽക്കേണ്ട ഷോ അല്ലേ, അപ്പോൾ അവിടെ നിൽക്കാനായിട്ട് കുറച്ച് PR വർക്കൊക്കെ പുറത്ത് വേണം എന്നുള്ളതാണ്. അതിലിപ്പോ ലക്ഷ്മി ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, LGBTQ-നെതിരെയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ, നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ വീട്ടിൽ കയറ്റും. ആ ഒരു സംഭവമൊക്കെ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നില്ല? ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട് ആണല്ലോ നോറ, അപ്പൊ ലക്ഷ്മി അങ്ങനെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനോട് എന്താ പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ നോർമലായിട്ടുള്ളൊരു കാര്യം നോർമലൈസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിലാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു പുറത്ത് ഒരു വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട് ഈ ആൻറ്റി LGBT ആയിട്ട്. അപ്പൊ അവരുടെ വോട്ടൊന്ന് മൊബിലൈസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും. കാരണം അവിടെ തന്നെ സ്റ്റാൻഡ് മാറ്റുന്നുണ്ട് അതിന്റെ അകത്ത്. ഇടയ്ക്ക് പുള്ളിക്കാരോട് പറഞ്ഞ എന്റെ വീട്ടില് വന്നോളൂ എന്നും പറയുന്നുണ്ട്, ഓൾവേസ് വെൽക്കം ടു മൈ ഹോം എന്നൊക്കെ അതിലോട് പറയുന്നുണ്ട്. ഡബിൾ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുവാണ്. ലൈക്ക് പുറത്തുള്ളൊരു വോട്ടിംഗ് സിസ്റ്റം ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടി ആ ഒരു പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന പോലെയാണ്. പിന്നെ മാത്രമല്ല അവിടെ അവർ തമ്മിൽ ആദില, നൂറ, ലക്ഷ്മി തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും അതിനകത്തില്ല. ഭയങ്കര കോർഡിനേഷൻ രീതിയിലാണ് അവർ പോകുന്നത്. ഈവൻ ലക്ഷ്മിയുടെ ബർത്ത്ഡേക്കാണേലും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവർ കേക്ക് കട്ട് ചെയ്തതും കേക്കൊക്കെ വായി വെച്ച് കൊടുത്തത്. അപ്പൊ അത്രയും കോർഡിനേഷനിൽ അവർ അതിൻ്റെ അകത്ത് പോകുമ്പോൾ പുറത്ത് നമ്മൾ അതിനു വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നത് എത്രത്തോളം എവിക്റ്റ് ആയാലും ഇപ്പൊ ഇതേവരെ എവിക്റ്റ് ആവണ്ടെന്ന് തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? ജിസേലിനെ ഇന്നലെ കൂടി കണ്ടു സിനിമയുടെ പ്രൊമോഷൻ. ജിസേലിനെ എവിക്റ്റ് ആകേണ്ട, ഇപ്പോഴേ എവിക്റ്റ് ആകേണ്ട അല്ലാന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവര് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ, മറ്റേ ഹിന്ദി ബിഗ് ബോസിലുണ്ടായിരുന്നു, മലയാളം ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ആളെ ഇഷ്ടമായിരുന്നു. ആദ്യം ഒരു നെഗറ്റീവ് വന്നെങ്കിൽ പോലും ജിസേൽ ഭയങ്കര ഒരു ജെനുവിൻ, ഒരു നല്ലൊരു ഹാർട്ടിന്റെ ഉടമയാണ്. അതിപ്പോ ചില ആൾക്കാരുള്ളൂ, നമ്മൾ ഒരാളെ കണ്ട് ആദ്യം ജഡ്ജ് ചെയ്യരുത്. കുറെ നാൾ അവരോട് സംസാരിച്ചാൽ മാത്രം ആദ്യം ജിസേലിനെയൊക്കെ ഡ്രസ്സിങ്ങിന്റെ പേരിലൊക്കെ ഭയങ്കരമായിട്ട് റോങ് പറയുമായിരുന്ന ആൾക്കാർ. പക്ഷെ ഇപ്പൊ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത്, കമന്റ്സ് ആയിട്ട് ഇഷ്ടം തോന്നുന്നത് ജിസേലിനെ ഇഷ്ടമാണ്, ജിസേൽ എവിക്റ്റ് ആവേണ്ടേ ആയിരുന്നു എന്നൊക്കെ ജെനുവിൻലി ആൾക്കാർ ഭയങ്കരമായിട്ട്, ഈവൻ ഫാമിലി ഓഡിയൻസ് ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. കാണാറുണ്ടോ ബിഗ് ബോസ്? അപ്പോ ഞാൻ ചില എപ്പിസോഡൊക്കെ മിസ്സാകുന്നാലും മാക്സിമം കാണാറുണ്ട്. ആ ഒരു ലക്ഷ്മി ഇഷ്യൂ വന്നതിന് ശേഷം ഒത്തിരി ആൾക്കാർ കോമന്റ്സ് ഇങ്ങനെ LGBT ഇരുന്ന സമയത്ത് ഇപ്പോഴും എന്തുകൊണ്ടാണ് ചില ആൾക്കാർ LGBT അംഗീകരിക്കാത്തത്? ഇപ്പം ഈ സെക്സ് വർക്കേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ടാന്ന് തോന്നിയിട്ടുണ്ട് റോഡ്. ഒരിക്കലും ഇല്ല. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണെങ്കിൽ ഏറ്റവും കൂടുതൽ എതിർക്കേണ്ടത് സ്ത്രീകളെയാണ്. അപ്പൊ അതിലൊരു പോയിന്റേ ഇല്ല എന്നുള്ളതാണ്. തോന്നിയിട്ടുണ്ടോ അങ്ങനെ? ഇപ്പൊ ട്രാൻസിനെ മാത്രമാണ് അവരിങ്ങനെ പറഞ്ഞത്. നോർമൽ പെൺകുട്ടികളും ഇത് ചെയ്യാറുണ്ട്, ഈ സെക്സ് വർക്ക് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും ട്രാൻസുകളെ മാത്രമാണ് ആൾക്കാർ നോട്ട് ചെയ്തിട്ട് പറഞ്ഞത് ഇവർ ഇങ്ങനത്തെവരാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ബാക്കി ആൾക്കാർ ചെയ്യുമ്പോൾ പറഞ്ഞില്ലാന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഈ ഒരു നെഗറ്റീവ് ഇത് വരുന്നത് സെക്സ് വർക്കുമായിട്ട് കണക്ഷൻ ഇല്ല. ഐ തിങ്ക് ഇപ്പോൾ ട്രാൻസ് മാത്രമല്ല, ഗീ ആയിട്ടുള്ള ആള്, ലെസ്ബിയൻ ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഈ ഒരു സൈബർ ബുള്ളിങ് നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം ഇത് സയൻറ്റിഫിക് ആണ്, ഇത് നോർമൽ ആണ് എന്നുള്ളത്. ചില ആളുകളുടെ പ്രിജുഡീസ് മൈൻഡ് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇതിങ്ങനെയാണെന്ന് അറിയാം, പക്ഷെ ഞങ്ങളിത് അക്സെപ്റ്റ് ചെയ്ത് തരത്തില്ല. ചില വീട്ടിലൊക്കെ കാരണവന്മാർ പറയത്തില്ലേ, നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ജോലിക്ക് പോകണ്ട, പക്ഷെ അങ്ങനെ പോകേണ്ടതാണ്, അവരും ക്വാളിഫൈഡ് ആണ് എന്നുള്ളത് അവർക്കറിയാം. പക്ഷെ അവരുടെ ആ ഒരു റിജിഡ് മൈൻഡ് അതിനെ അംഗീകരിക്കത്തില്ല. ഈ ഒരു സെയിം സാധനം തന്നെയാണ് ഈ അതെനിക്ക് തോന്നുന്നു ചില പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട് ഇതിന് മതപരമായിട്ട് ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ലാത്ത. അപ്പം അവർ നിരന്തരം ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരിക്കാം ഇങ്ങനെ ഇതിനെപ്പറ്റി, ഇത് പാപമാണ്, നമ്മുടെ മതത്തിൽ ഇത് അംഗീകരിക്കത്തില്ല, അങ്ങനെയൊക്കെ ഉള്ള. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ബാക്കി അതർ കമ്മ്യൂണിറ്റികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിങ്ങനെ കൂടി വരുന്നത് എന്നുള്ളതാണ്. സോ അത് സത്യം പറഞ്ഞ ഒരു ബേസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്. സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു നാച്ചുറലി തോന്നുന്ന ഒരു ഫീലിംഗ് ആണ്. ഇപ്പോൾ ഒരാൾക്ക് മറ്റൊരാളോടുള്ള ഇഷ്ടം ഒരിക്കലും ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നത്തില്ല. അത് ഭയങ്കര നാച്ചുറലി വരുന്നത്, ലോങ് ആയിട്ട് പോകത്തുമില്ല. അത് എപ്പോഴായാലും
പിന്നെ ഇവര് പറയുന്ന രീതിയിൽ ഇപ്പൊ ഒരു താല്പര്യം ഇല്ലാതൊരു ആൺകുട്ടി ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ രണ്ടുപേരുടെ ലൈഫാണ് നഷ്ടപ്പെടുന്നത്. അതൊരു എത്രയോ ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പൊ ആദിലയും നൂറയും ഒരുമിച്ച് ജീവിക്കുന്നത്. അവര് എത്ര മനോഹരമായിട്ടാണ് പല റിലേഷൻഷിപ്പിലും ഇപ്പം ബ്രേക്കപ്പ് ആയി പോകുന്നു, ലോയൽ അല്ല, ഭയങ്കര റീസൺസ്. പക്ഷെ ഇവരുടെ പ്രണയം കാണുമ്പോൾ ഞാൻ വെച്ചാൽ പെണ്ണിനെ എങ്ങനെ സ്നേഹിച്ചാൽ മതി നമ്മൾ വിചാരിച്ചു. അത്രയ്ക്കുള്ള ഒരു ഭയങ്കരമായിട്ട് അത് നമുക്ക് ഫീൽ ചെയ്യും. ഓൺ സ്ക്രീൻ അവരുടെ റൊമാൻസ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. റൊമാൻസിന്റെ എനിക്ക് മനസ്സിലായ കാര്യം എന്താണ് അവർക്ക് തമ്മിൽ അവരുടെ രണ്ടുപേർക്കുള്ള ഫാമിലി സിറ്റുവേഷനിൽ അത് മനസ്സിലാക്കി അവൾക്കുള്ള ഇപ്പം അതിലേക്ക് നോറ അച്ഛനും അമ്മയാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അവർ രണ്ടുപേർക്ക് അവരാണ് അച്ഛനും അമ്മയും രണ്ടുപേരുടെ ആ രീതിയിലുള്ള റിലേഷൻഷിപ്പാണ്. അങ്ങനത്തെ റിലേഷൻഷിപ്പ് കിട്ടാന്ന് വെച്ചാൽ ഭയങ്കര ഒരു ലക്കി ആയിട്ടുള്ള ഒരു കാര്യം. അതും ഇപ്പോഴത്തെ ജനറേഷൻ LGBT സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ കൂടി ആദിലയുടെ പ്രണയത്തിന് ഭയങ്കരമായിട്ട് പറയുന്നത് ഇങ്ങനെ കമന്റ്സ് കാണാം. അങ്ങനത്തെ പ്രണയമൊക്കെ കിട്ടാൻ ഭയങ്കര റെയർ ആണ് ആക്ച്വലി. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. ഇപ്പൊ ഞാനൊരു കേട്ടിട്ടുള്ള കാര്യമാണ്, ഒരു ട്രാൻസ് വുമൺ പറഞ്ഞൊരു കാര്യമാണ്. അവര് സെക്സ് വർക്ക് ചെയ്തത് അവരുടെ ഗതികേട് കൊണ്ടാണ്. അവർക്ക് ജോലി ആരും കൊടുക്കുന്നില്ലായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊന്നും. അവർക്ക് അവരുടെ സർജറിക്ക് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷെ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈ ഒരു പണിക്കൊന്നും ഇറങ്ങത്തില്ല. അവരെ ഗതികേട് കൊണ്ടാണ്. അതെന്ത് ആൾക്കാരും മനസ്സിലാക്കാത്തേ എന്ന് ചിന്തിക്കുന്ന ഒരു ഇതും. അപ്പൊ അതുകൊണ്ടാണോ ആൾക്കാരങ്ങനെ ചെയ്യുന്നത്? അല്ലാതെ മേ ബി അല്ല, അത് പേഴ്സണൽ ചോയ്സ് ആണല്ലോ. അത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നത് തന്നെ ജഡ്ജ്മെന്റ് ആണ്, വേറെ ആളിൽ ചെയ്യുന്നതിനെ പറ്റി. അപ്പം അത് ഒന്നെങ്കിൽ പേഴ്സണൽ ചോയ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗതികേട് കൊണ്ടായിരിക്കും. അത് രണ്ടാണേലും അത് അവരുടെ പാർട്ടാണ്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ള ആൾക്കാർ ഇതിനെ നെഗറ്റീവ് പറയും. നമ്മൾ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് അത് ഭയങ്കര ബാക്കിയുള്ള നല്ല ട്രാൻസ് വുമൻസിന് പോലും ഒരു നെഗറ്റീവ് ആക്കുന്ന ഒരു കാര്യം തോന്നുന്നു. നമുക്ക് കേരളത്തിലെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യം, കേരളത്തിൽ അങ്ങനെ പോകുന്ന ആൾക്കാർ ഇപ്പൊ ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടില് കൂടുതലും നോർത്ത് ഇന്ത്യയിലാണ്. അപ്പൊ ഇവിടെ ഈ കേരളത്തില് ഈ ഒരു പോർഷനിലേക്ക് വരാൻ നേരത്തെ അത് ഭയങ്കര കുറവാണ്. പക്ഷെ അത് കാണുമ്പോഴാണ് ആൾക്കാര് ഇതാ ഇങ്ങനെയാണ് ഒരു ഇതെന്ന്. അതിനോട് പേഴ്സണലി ഭയങ്കര വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. അതിന് ബസ്തി എന്നാ പറയുന്നത് ആ ഒരു പ്രോസസ്സിന്. അപ്പൊ ബസ്തിയോട് ഭയങ്കര വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. കാരണം ഇപ്പൊ സെക്സ് വർക്ക് എന്ന് പറയുന്നത് വേറൊരാളുടെ ശല്യം ഇല്ലാതെ ചെയ്യുന്നതാണ്. കാരണം പേഴ്സണലി രണ്ടുപേരും ഇഷ്ടപ്പെട്ട് ഒത്തിരി റീൽസ് കാണും. പയ്യന്മാരൊക്കെ പേടിച്ച് ഇങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം ഇവർ കൈവിട്ട് നിന്നിട്ട് പൈസ കൊടുത്തില്ലെങ്കിൽ ഇത് ഫാമിലി ആയിട്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്യുന്നതിനോട് ഭയങ്കര വിയോജിപ്പാണ്. അപ്പൊ കേരളത്തിലെ ആൾക്കാരാണ് അത് ചെയ്യാത്തത് എന്ന് തോന്നുന്നു. ഇപ്പൊ എന്റെ എനിക്ക് ഡയറക്റ്റ് പരിചയമുള്ള ഒരാളും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരില്ല. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോകുമ്പോൾ ഞാനും അനുഭവിക്കാറുണ്ട്. ലൈക്ക് മുംബൈ, ഡൽഹി ആ ഒരു ഭാഗത്തായിട്ടൊക്കെ പോകാൻ നേരത്തെ ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ കാണാറുണ്ട്. പണ്ട് കുഞ്ഞിലേക്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രെയിൻ യാത്രയിൽ തന്നെ എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ട്. ഞാൻ നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ട് തമിഴ്നാട്ടിലെ ട്രെയിനിലെ. അവര് എൻ്റെ അടുത്തോടൊന്നും വന്നില്ല, വേറെ ആൾക്കോട്ട് പൈസ ചോദിച്ചു, പൈസ കൊടുത്തു, ഉപദ്രവിക്കുന്നില്ല. അവരെന്തൊക്കെയോ പറയുക തമിഴില്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല ഇവരെന്താ പറഞ്ഞപ്പോഴ്. എന്നിട്ട് അവര് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് സത്യം പറഞ്ഞാൽ അതിനൊരു രണ്ടൊരു വശത്തോട് നമ്മൾ ചിന്തിക്കണം. ഒന്ന്, ഇത് നമുക്ക് പറയാത് മോശമാണ്, അങ്ങനെ ചെയ്യരുത്. പക്ഷെ അവർ വളർന്നു വന്ന രീതികൾ തുടക്കം മുതലേ വീട്ടിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെട്ട് അവർ എല്ലാ സ്ഥലത്തു നിന്നും നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാർ. അപ്പോൾ അവർക്ക് ചെയ്യാനായിട്ട് ഒരു ഇതും ഇല്ലാത്ത ആണ് ഇങ്ങനെ ബെഗിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് വേറൊരു ജോലി കൊടുക്കാനായിട്ടുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടാകണം. അത് ഉണ്ടാവാതെ പണ്ടത്തെ കാലത്തിനെക്കാട്ട് എപ്പോഴും ബെറ്റർ ആണ് ഇപ്പൊ എല്ലാവർക്കും ഇതിന് ജോലി. ഈവൻ തമിഴ്നാട്ടിൽ ഭയങ്കര ഫാർ ബെറ്റർ ആണ് അവിടുത്തെ സിറ്റുവേഷൻ. തമിഴ്നാട്ടിൽ ഞാൻ തമിഴ്നാട്ടിൽ ഒരുപാട് ഗവൺമെന്റ് തന്നെ. അപ്സര എന്റെ നാട്ടിലുള്ള എന്റെ ഫ്രണ്ട്. അപ്പം പുള്ളിക്കാരി ബിഗ് ബോസിൽ പോയ സമയത്ത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരുടെ ഫാമിലി, അവരുടെ നാട്ടിലുള്ളവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരുടെ മാത്രമല്ല, അതിന് മുമ്പ് ഇപ്പൊ ഷിവിൻ അവിടെ സെക്കൻഡ് റണ്ണറപ്പ് ആയിരുന്നു കഴിഞ്ഞ മുമ്പത്തെ വർഷം തോന്നുന്നു. അപ്പൊ ഷിവിൻ ഭയങ്കര നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയാണ്. നമിത മാരിമുത്തു, ഷിവിൻ. എനിക്ക് അവരിന് തമിഴ് കാണത്തില്ല. പുള്ളിക്കാരി എന്റെ ഫ്രണ്ട് ആയതുകൊണ്ടും എന്റെ നാട്ടിലായിരുന്നു. അപ്പം ആണായിരുന്ന സമയത്ത് എനിക്ക് പുള്ളിക്കാരി അറിയായിരുന്നു. ഭയങ്കര സുന്ദരിയായി കാണാനായിട്ട്, നല്ല രസമാണ് കാണാൻ. എന്റെ അമ്മൂമ്മയ്ക്ക് ഇപ്പോഴും പറയും, എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ആ ഏരിയയിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു കുട്ടി ആ അപ്സരയാന്ന് പറയാം. പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ഞാൻ തമിഴ് ബിഗ് ബോസ് ഞാൻ കാണാത്ത ഒരാളാ. ഞാൻ വിചാരിക്കും നമ്മുടെ മലയാളത്തിലെ ബിഗ് ബോസിലെ കമന്റ്സ് മാത്രമാണ് ഇങ്ങനെ.
തമിഴിൽ ഞാൻ നോക്കിയപ്പോ സത്യം പറഞ്ഞ അവർക്ക് എന്തുമേ തമിഴ്നാട്ടിൽ ഭയങ്കര റെസ്പെക്ട്ഫുള്ളി റെസ്പെക്റ്റ് ആണ് അവർക്ക്. അവർ എന്തിന് വിജയ് സേതുപതി പോലും എന്താ പറഞ്ഞത്, പുള്ളിക്കാരിയെ പറ്റി ഇങ്ങനെ ഒരാളാണ്, ലൈഫിൽ ഒത്തിരി ഇത് കടന്നു വന്ന് അങ്ങനെ ഒരു മോട്ടിവേറ്റ് ചെയ്തിട്ട് അവിടെ എല്ലാവർക്കും ഭയങ്കര അവർ വെൽക്കം ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് ബെറ്റർ ആണ് തമിഴ്നാട്ടിലെ ആൾക്കാർ ഇവരെ റെസ്പെക്ട് ചെയ്യുന്നത്, എന്ത് നല്ല ഈ ഒരു കാര്യത്തിൽ തമിഴ്നാട് ഭയങ്കര ബെറ്റർ ആണ് ഇവിടുത്തെ പബ്ലിക് വെച്ച് നോക്കുമ്പോഴത്തേക്ക്. ഇപ്പൊ റീസെന്റ് നമ്മളെ റീൽസിൽ വന്നുകൊണ്ടിരിക്കുന്ന കൃഷ്ണപ്രഭയുടെ ഒരു ഇന്റർവ്യൂ, അതായത് നമ്മൾ ഈ മൂഡ് സിങ്സിനെ പറ്റിയും അതൊക്കെ ചുമ്മാ ആണെന്നും അത് ഓരോ വട്ടാണ് പണിയില്ലാതെ ഭയങ്കര എനിക്ക് അത്ഭുതം തോന്നി. കാരണം കൃഷ്ണപ്രഭ നമ്മളിപ്പോ 2018 മുതൽ ക്യൂൻ ഓഫ് ഗോയ നമ്മുടെ സംഘടനയുമായിട്ടൊക്കെ ഭയങ്കര ക്ലോസ് ആയി നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ആള് കുറച്ചുകൂടെയൊക്കെ ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു അവർ അപ്പോഴത്തെ മൂഡ് സിങ്സിൽ പറഞ്ഞിരിക്കും എനിക്ക് തോന്നിയത്. ഞാൻ അങ്ങനെ അത് ഫീൽ ചെയ്തത്. അവരുടെ മൂഡ് സിങ്സ് പറഞ്ഞു പോയതായിരിക്കും. ലൈക്ക് ഇതൊന്നും ഒരു ചെറിയ കാര്യമല്ല. ഡിപ്രഷൻ, മൂഡ് സിങ്സ് എന്നൊക്കെ പറയണത് അവര് പറയുന്നത് പണ്ടത്തെ വട്ട് ഇപ്പൊ ഇങ്ങനത്തെ പേരിൽ അറിയപ്പെടുന്നത്. അവരൊരു പെണ്ണാണ്. ഇപ്പം ഞാൻ പറട്ടെ, പണ്ടത്തെ ആൾക്കാരായപ്പോൾ അവർക്ക് ഇപ്പോഴും മനസ്സിലാവുന്നുണ്ട് ഒരു വേദന, ഒരു ഡിപ്രഷൻ, ഒരു മൂഡ് സിങ്സ്, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവർ ഇപ്പോഴും ആ സ്റ്റാൻഡിൽ അവർ ഉറപ്പിച്ച് നിൽക്കുക. ഈ ഇടയ്ക്ക് ന്യൂസ് ചാനലിൽ വിളിച്ചിട്ട് അവർക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ബോധം ഇല്ലാത്ത, വിവരം ഇല്ലാത്തതുകൊണ്ടായിരിക്കും, വിവരമില്ലായ്മ തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. മേ ബി അത് ആ ഒരു സിറ്റുവേഷനിൽ അവര് മൂഡ് സ്വിങ്സിൽ ഇരുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് ഒത്തിരി മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്ക് മനസ്സിലായി മെഡിസിൻസ് ഒക്കെ പണ്ട് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇത്രയും സിംപ്ലിഫൈ ചെയ്ത് പറയേണ്ട ഒരു കാര്യമേ അല്ല. ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഇഷ്യൂ ആണ്. അതൊരു എത്ര പേര് ഡിപ്രഷനിൽ സൂയിസൈഡ് ചെയ്തിട്ടുള്ള എത്ര കേസ് പണ്ട് കാലത്തില്ല. പണ്ട് കാലത്തുള്ളവരൊക്കെ സഹിച്ച ഒരു ഇത് ഉണ്ട്. പക്ഷെ അത് ഡിപ്രഷൻ ആയിരുന്നു നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അവർക്കത് വിഷമം, സങ്കടം, അത് മാത്രം മനസ്സ്, ശരീരം മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഇങ്ങനെ. ഇപ്പൊ നമ്മൾ അതിന് ഡിപ്രഷൻ എന്ന് പറയുന്നു. പക്ഷെ അത് ഇത്രയും ഭയങ്കര അത് ഡിപ്രഷൻ ആണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യാനായിട്ട് ടൈം എടുത്തു. അത് അവര് ചിരിച്ചുകൊണ്ടാണ് അത്രയും ഇതായിട്ട് ആ ഒരു ഇതിന് അവരെ പോലെ അത്രയും ഒരു നടി, അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു നടിയുടെ വായിൽ നിന്ന് അങ്ങനെ കേൾക്കേണ്ടി വന്നത് ഭയങ്കര. ആക്ച്വലി ഡിപ്രഷൻ അത് ഇപ്പം ശ്രുതി ചേച്ചി ഡിപ്രഷനിൽ എപ്പോഴെങ്കിലും ഈ ഒരു വഴി കൂടെ പോയിട്ടുള്ള ഡിപ്രഷന് ഉണ്ടാകാറുണ്ട്. ഒറ്റപ്പെടല്, ലോൺലി ഫീൽ, ഇതൊക്കെ എപ്പോഴും ലൈഫിൽ ഒറ്റപ്പെടലൊന്നും എനിക്ക് ഇല്ല. കാരണം ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഇല്ലാത്ത ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക ലൈഫിൽ. അല്ല, ഒറ്റപ്പെടൽ ഇല്ല ഇൻ ദ സെൻസ് ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഞാൻ കുറേ നാൾ മുമ്പ് 2018 മുതലേ തന്നെ ഞാൻ ഗ്രൂപ്പായിട്ടാണ് താമസിക്കുന്നത്. എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവും. എനിക്ക് ഒറ്റപ്പെടൽ ഭയങ്കര ട്രിഗറിങ് ആവുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കാനായിട്ട് ഒട്ടും കംഫർട്ടബിൾ അല്ല. പണ്ട് എനിക്ക് അങ്ങനെയായിരുന്നു. ഇപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ എനിക്ക് ഇഷ്ടം, മനസ്സമാധാനം. എനിക്കറിയത്തില്ല, എനിക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാനും, എനിക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് വേണ്ടി കുക്ക് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന, ഞാൻ വ്ളോഗ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് കുക്ക് ചെയ്ത് എനിക്ക് വിളമ്പി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മാത്രമല്ല, സംസാരിച്ചിരിക്കാനും എല്ലാത്തിനും ഒരാള് വേണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഡിപ്രഷൻ പോകുന്നത് എനിക്ക് ഒറ്റപ്പെടലിൻ്റെ ഒന്നും അല്ല. എനിക്ക് പല കാര്യങ്ങളിലും ഇപ്പൊ കരിയർ വൈസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ തോന്നുന്ന കാര്യം കരിയർ വൈസ്. ഞാൻ ഇപ്പൊ സിനിമ കിട്ടുന്നില്ല എന്നുള്ള ഒരു തോട്ട്, അങ്ങനത്തെ ഇത്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരുമ്പോൾ, ഇപ്പൊ ഇല്ല, നേരത്തേക്ക് ഉണ്ടായിരുന്നു. ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ വരുമ്പോൾ ഡിപ്രഷൻ, പിന്നെ വർക്ക് പ്രഷർ, അങ്ങനത്തെ സാധനങ്ങളിലായിരിക്കും കൂടുതൽ ഡിപ്രഷൻ. ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആകുന്ന ആളാണ്. അതായത് നാളെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, നാളെ എന്തെങ്കിലും വർക്ക് ചെയ്ത് തീർക്കാനെന്നുണ്ടെങ്കിൽ, ഇന്ന് തീർന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാവും. അപ്പൊ അതെന്നെ ഡിപ്രഷനിലോട്ട് മാറ്റും. അങ്ങനെയൊക്കെ എനിക്ക് വരുന്ന ഡിപ്രഷനൊക്കെ അങ്ങനത്തെ ഡിപ്രഷനാണ്. ഇപ്പൊ കുറെ കുട്ടികൾ, എനിക്ക് തോന്നി ടീനേജേഴ്സ് കൂടുതലും, അല്ലെങ്കിൽ ഒരു 20-23 താഴെ വയസ്സുള്ള പിള്ളേർ ഒത്തിരി സൂയിസൈഡ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ ഡിപ്രഷൻ, ആൻസൈറ്റി, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. പക്ഷെ അത് പുറത്ത് വരുമ്പോഴത്തേക്ക് എന്തോന്ന് ഡിപ്രഷൻ, എന്തോന്ന് ആൻസൈറ്റി, പക്ഷെ അത് അവർക്ക് പറയാൻ ആരും ഇല്ലാത്തതാണ്, അത് കേൾക്കാൻ ആരും ഇല്ലാത്തതാണ്. ഒരു പക്ഷെ അവർ ആർത്തിന് പറഞ്ഞിരുന്നെങ്കിൽ, അത് ആ ഒരു സെൻസിൽ എടുത്തിരുന്നെങ്കിൽ കുറച്ച് സൂയിസൈഡൊക്കെ ഒഴിവാക്കി. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് തെറാപ്പിക്ക് പോകണം എന്നുള്ളതാണ്. ആൾക്കാർ തെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് ലൈക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആള് മെന്റൽ എന്തെങ്കിലും പ്രശ്നമുള്ള ആളായിട്ട് ആൾക്കാരെ കാണുമോ, അങ്ങനത്തെ തോന്നലുണ്ട്. എനിക്കുണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട്സ് പറയുന്നത് സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കുന്നു. ഞാൻ അങ്ങനെ പോയി കണ്ടിട്ടുള്ള ഒരാളാണ്. ഭയങ്കര റിലീഫ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഭയങ്കര
ചേഞ്ച് ഉണ്ടാവും എന്നുള്ളതാണ്. ഞാൻ സൈക്കാട്രിസ്റ്റ് ആയപ്പോൾ എനിക്ക് ബൈപ്പോളർ വന്നു. അപ്പൊ അത് കുറച്ചുകൂടി എനിക്ക് ടെൻഷനായി, എനിക്ക് കുറച്ചുകൂടി സ്ട്രെസ്സായി. എനിക്കെന്ന് വെച്ചാൽ എക്സ്ട്രീം മൂഡ് സ്വിങ്സ് ആണ്. അതായത് ബൈപ്പോളർ ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുന്ന് ഇരിപ്പിന് കരച്ചില് സങ്കടം അങ്ങനത്തെ ഒരു പേഴ്സൺ. എനിക്ക് എപ്പോഴും സൂയിസൈഡിന്റെ തോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ അത് പുറത്ത് പറയുമ്പോൾ ആൾക്കാരോട് നിനക്ക് വട്ടാന്ന് പറയും, പക്ഷെ എന്നെ അറിയുന്നുള്ള ആൾക്കാർക്ക് പറയും അത് ഭയങ്കര ടാസ്ക് ആണ്. ഞാൻ എപ്പോഴും കരഞ്ഞ് ഒരു ദിവസം പോലും കരയാത്ത ദിവസങ്ങളില്ല. എന്തെങ്കിലും ഒന്നും കിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ആലോചിക്കും, ഓവർ തിങ്ക് ചെയ്ത് ആലോചിച്ച് കരയുന്ന ഞാൻ പാട്ടിട്ട് കരയും. സെന്റി പാട്ടിട്ട് ഞാൻ പാട്ടിന്റെ ആഡ് വരുമ്പോഴേ കോമഡി, എന്നിട്ട് പിന്നെ ആഡ് വെച്ചിട്ട് കരയും. എന്റെ മെയിൻ പാട്ട് മംഗളങ്ങളരുളും, അതാണ്. അങ്ങനത്തെ കുറച്ച് പാട്ടുകളുണ്ട്. പാട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ ഇല്ലാത്ത സിറ്റുവേഷൻ ഉണ്ട്, ഇല്ലാത്ത മകനെ ഓർത്ത് കരയും, ഇല്ലാത്ത ബോയ് ഫ്രണ്ടിനെ ഓർത്ത് കരയും. അത് മിക്കവർക്കും ഉണ്ടല്ലോ. എനിക്ക് മാത്രമാണ് ഇങ്ങനത്തെ പ്രശ്നം എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുന്ന ഫ്രണ്ട് മരിച്ചെന്ന് വിചാരിച്ച് കരയും. അങ്ങനെയൊക്കെ ഉള്ളൊരു ചിലവർക്ക് ഇത് ഉണ്ട്, അത് പെട്ടെന്ന് ആൾക്കാർ പറയുന്നത്. പക്ഷെ നമ്മളെ മൂഡ് സ്വിങ്സ് അത്രയും എക്സ്ട്രീം ആയിരിക്കുമ്പോൾ അത് ഒന്നെങ്കിൽ അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയോണ്ടായിരിക്കാം. എനിക്ക് ചില സമയത്ത് അത് ഇഷ്ടമാണ്, അങ്ങനെ വിഷമിച്ച് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അത്. ലൈക്ക് അങ്ങനെയല്ല, ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഞാൻ എൻജോയ് ചെയ്യും. പക്ഷെ എനിക്കറിയാം ഞാൻ ആ സ്റ്റേജിലല്ലെന്ന് എനിക്കറിയാം. പിന്നെ ആ ഹെഡ്സെറ്റ് ഒക്കെ മാറ്റി കഴിയുമ്പോൾ ഞാൻ ഓക്കെ ആവും. കാരണം കൂടെ ആൾക്കാരുണ്ടാവുമല്ലോ എൻ്റെ കൂടെ. ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഈ ദയ, ഹെയ്തി, നാദർ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും എപ്പോഴും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഓക്കെ. പക്ഷെ ഞാൻ കേട്ടുള്ള ഈ പിള്ളേരൊക്കെ സൂയിസൈഡ് ചെയ്യുന്നത് ഈ ഡിപ്രഷൻ. അത് നമ്മൾ ഷെയർ ചെയ്യുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഏതെങ്കിലും ഫ്രണ്ട്സ്, ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ പേരൻസിനോടോ, ഏറ്റവും ബെറ്റർ പേരൻസ് തന്നെ കേട്ടോ. നമ്മുടെ എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് അമ്മയോട്, പാരന്റിങ് സപ്പോർട്ടിങ് അല്ലാന്ന് കുറെ കുറെയൊക്കെ പേരന്റിന്റെ ഇഷ്യൂ ഉണ്ടാവും. അവർ കേൾക്കുന്നില്ല എന്താണ് അവരുടെ മക്കളുടെ. ഭയങ്കര സ്ട്രെസ് കൊടുക്കും പിള്ളേർക്ക്. അത് ചെയ്യും അങ്ങനെ ചെയ്യും. ഇപ്പം നമ്മൾ വളർത്തുന്ന ഒരു അപ്ബ്രിങ് രീതി ഭയങ്കരമായിട്ട് അവരെ എഫക്ട് ചെയ്യുന്നുള്ളതാണ്. ഭയങ്കര നല്ല രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ നോക്കി കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടല്ലോ, 5th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന പിള്ളേർക്ക് ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും. മാർക്ക് കുറഞ്ഞ അമ്മ അടിക്കും എന്ന് വെച്ചാൽ ഭയങ്കര. അപ്പൊ ഞാൻ 5ാം ക്ലാസ്സിലേക്ക് എന്തോ. അപ്പൊ ഞാൻ എന്തിനാണ് ഇത്രയും ചെറിയ പിള്ളേർ ഇത്രയ്ക്കിട്ട് അടിക്കുന്ന, മാർക്ക് കുറയുമ്പോഴെന്ന് എനിക്ക് അത്രയും അവർക്കൊരു പ്രഷർ ചെറുപ്പത്തിലെ നമുക്ക് ഏറ്റവും കൂടുതൽ അടിപൊളി ചൈൽഡ്ഹുഡ്. അതൊക്കെ പ്രോപ്പർ ആയിട്ട് നോക്കുന്ന വളരെ കുറച്ച് പേരൻസേ ഉള്ളൂ. അതായത് മാർക്ക് കുറഞ്ഞ സാരില്ല കേട്ടോ, നമ്മൾ അടുത്ത പ്രാവശ്യം പഠിച്ചിട്ട് മേടിക്കുക അങ്ങനെയുള്ള. ഈ മാർക്കൊന്നുമല്ലല്ലോ നമുക്ക് ജോലി ഫ്യൂച്ചറിൽ കിട്ടുന്നത്. അങ്ങനെയല്ല, അപ്പൊ പിള്ളേരോടത്ത് അങ്ങനെ പറയാൻ പറ്റില്ല. പിള്ളേരുടെ മാർക്ക് പഠിച്ച മാർക്ക് വാങ്ങിക്കണം എന്ന് തന്നെ പറയണം. പക്ഷെ അത് ഭയങ്കര നൈസായിട്ട് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിൽ പറയണം എന്നുള്ളതാണ്. വേറൊരു കുട്ടി, നമ്മൾ നേറ്റിങ്ങിൽ ഒരു കുട്ടി സൂയിസൈഡ്, സ്കൂളിൽ എന്തോ ട്രോമ, ലൈക്ക് ഒരു ചാടി മരിക്കുന്ന വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ സ്കൂളിലും ഒരു ട്രോമ പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട് ആക്ച്വലി എന്ന് പല സ്ഥലത്തു നിന്നും കേൾക്കുന്നുണ്ട്. അതായത് ഈ ടീച്ചിങ് രീതിയും ഭയങ്കരമായിട്ട് പോലെ തന്നെയാണ് ടീച്ചിങ്. ഇപ്പൊ ടീച്ചേഴ്സിന് ചിലപ്പോ കുറച്ച് ഫേവറിസംസ് ഒക്കെ ഉണ്ടാവും. പണ്ടത്തെ ഫേവറിസം ഇപ്പോഴും ഉണ്ട്. എന്റെ പഠിച്ച സമയത്തുണ്ടായിരുന്നു. പഠിക്കുന്ന പിള്ളേരെയാണ് ഡാൻസിനും പാട്ടിനും, കാണാൻ കൊള്ളാവുന്ന പിള്ളേരെ ഡാൻസിനും പാട്ടും സ്പീച്ചിലാണെങ്കിലും ഫേവറിസം ഉണ്ട്. ഞാൻ പിന്നെ ഫേവറേറ്റ് ആയിരുന്നോണ്ട് എനിക്ക് പ്രശ്നം. എന്നെ ഏറ്റവും ഇഷ്ടമല്ലായിരുന്നു സ്കൂളിൽ. അല്ല, എനിക്ക് പിന്നെ ഞാൻ പഠിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ ലൈക്ക് ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രിവിലേജ് എനിക്ക് പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഓർക്കൊന്നും അങ്ങനെയൊന്നും അല്ലായിരുന്നു. അവര് ചെയ്യേണ്ടത് അങ്ങനെയല്ലായിരുന്നു. എല്ലാരും ഒരേപോലെ കാണണമായിരുന്നു. എപ്പോഴെങ്കിലും പഴയ ഫ്രണ്ട്സിനെയൊക്കെ അപ്പൊ കാണാറുണ്ടോ? പണ്ട് മൈൻഡ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ കുറച്ച് ലെവലായപ്പോ ഹായ് ശ്രുതി ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചു തരുന്ന ഫ്രണ്ട്സ്? അങ്ങനെയില്ല. എനിക്ക് എന്റെ പണ്ടത്തെ ഫ്രണ്ട്സ് അപ്പത്തൊട്ട് ഇപ്പൊ വരെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും സമയത്ത് പോയിട്ടുള്ള ഫ്രണ്ട്സ് അങ്ങ് പോയി, ലൈക്ക് അവര് പിന്നെ അങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ അങ്ങനെ വന്നിട്ട്. അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് ഭയങ്കര കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും പിന്നെ കുത്തിയിട്ട് അങ്ങനെ പോയ എന്തെങ്കിലും സർക്കിൾ ഫ്രണ്ട്സോ അങ്ങനെ ഒരാളുണ്ടായിരുന്ന പേഴ്സൺ, ലൈക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, റിലേഷൻ ആയിക്കോട്ടെ, വാട്ട് എവർ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്ന ലൈഫിൽ? അങ്ങനെ പിന്നീട് കുത്തിയിട്ട് പോയ ഫ്രണ്ട്സ് അങ്ങനൊന്നും ഇല്ല. എല്ലാരും അടിപൊളിയായിരുന്നു. അതൊക്കെ ഏത് ഫ്രണ്ട്സ്? അതൊക്കെ ഞാൻ ആലോചിക്കാം ഏതെങ്കിലും ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന്. അല്ല, ഇങ്ങനെ കൂടെ കൊണ്ട് നടന്നിട്ട് ഇപ്പൊ കൂടെ ഇല്ല, വലിയ കോണ്ടാക്ട് ഇല്ല. പണ്ട് ഡെഫിനറ്റ്ലി കൂടെ കൊണ്ട് നടന്നിട്ട് കൂടെ ഇല്ലാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എന്തുകൊണ്ടാ അതങ്ങനെ പോയെന്ന് തോന്നി? ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, ഒന്നും കോൺസ്റ്റന്റ് അല്ല, എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഒരു ടൈം. ഇപ്പൊ ഞാൻ പണ്ട് ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഭയങ്കര ഇൻട്രോവേർട്ട് ആയി മാറി. ഞാൻ അധികം സംസാരിക്കില്ല. ഇൻട്രോവേർട്ട് തന്നെ, ആംബിവേർട്ട് പോലും അല്ല. കാരണം ഞാൻ എന്റെ കണക്ഷൻ ഉള്ള ആൾക്കാരോട് പോലും സംസാരിക്കത്തില്ല എന്നുള്ളതാണ്.
ഭയങ്കര സംസാരിക്കത്തില്ല. അവരുടെ കൂടെയും ഞാൻ വളരുമെങ്കിലും ഇപ്പൊ ഞങ്ങൾ 4 പേരും കൂടി എവിടെയെങ്കിലും പോവാണെങ്കിൽ ഏറ്റവും സൈലന്റ് ഞാനായിരിക്കും. അങ്ങനെ നമ്മൾ സൈലന്റ് ആവണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആവുമ്പോഴേ നമ്മൾ സൈലന്റ് ആവും. അത് എന്താണ് പെർട്ടിക്കുലർലി എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അങ്ങനെ നെസസറിലി നടക്കണമെന്നില്ല. പക്ഷെ ലൈഫ് ഇങ്ങനെ കേട്ടുണ്ട് ഏജ് കുറച്ച് കൂടുതലാകുമ്പോൾ നമുക്ക് കുറച്ച് ക്യാരക്ടർ അങ്ങ് ചേഞ്ച് ആകും. വയസ്സായതിന്റെ ആയിരിക്കും. അങ്ങനെയല്ല, നമ്മൾ ഓരോ ഇപ്പം എന്റെ ഒരു 18 വയസ്സിൽ തോട്ടല്ലല്ലോ എനിക്ക് ഇപ്പൊ ഉള്ളത്. അപ്പം ഓരോരുത്തരുടെ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും പോകും. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് പൈസ ഉണ്ടെങ്കിൽ നമ്മളോട് എല്ലാരും ഉണ്ടാവും എന്ന് തോന്നിട്ട്. അങ്ങനെ തോന്നിട്ടുണ്ട് പൈസ ഉണ്ടെങ്കിൽ എന്റെ കൂടെ ഫ്രണ്ട്സ് ആണ്, ഫെയിം ഉണ്ടെങ്കിൽ എന്റെ കൂടെ ഫ്രണ്ട്സ് ആണ്. ഫെയിം അല്ല, മണിയാണ് പ്രൈമറി. മണി കഴിഞ്ഞിട്ട് പിന്നെ ഫെയിം വരുന്നുള്ളൂ. പൈസയുള്ള ആളുടെ കൂടെ എപ്പോഴും എല്ലാരും ഉണ്ടാവും, സന്തോഷം. പൈസ ചോദിക്കാനെങ്കിലും ഒരു കോള് വരില്ല. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഡിപ്രഷൻസ് ഒരു പരിധി വരെ ഉണ്ടാവത്തില്ല എന്നുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്ത് സിനിമ കാണാൻ പോവാം. നമുക്ക് അങ്ങനെ ഒരു കൺട്രോളും ഇല്ല, ആരോടും ചോദിക്കാനില്ല. അങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ഭാഗം ഡിപ്രഷൻ. ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടിയപ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. ഫിനാൻഷ്യൽ ഇല്ലാത്ത സമയത്ത് ഒരു ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനത്തെ ലൈഫ് എന്തെങ്കിലും? പിന്നെ ഫിനാൻസ് ഇല്ലാത്ത സമയത്ത് ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു. കാരണം ഞാൻ 2012 കൊച്ചിയിൽ വരുന്നതാണ് ഡിഗ്രി ചെയ്യാൻ വേണ്ടി. അപ്പോൾ എനിക്കിനി എപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പേരൻസിൻ്റെ അടുത്ത് പൈസ ചോദിക്കുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ ഏൺ ചെയ്യാൻ പോകും. ഞാൻ പോസ്റ്റർ ഒട്ടിക്കാം, സിനിമയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ പോയിരുന്നത്. അപ്പൊ അതിൽ നിന്ന് കിട്ടിയ പൈസക്കാണ് ഞാൻ ആദ്യമായിട്ട് പിസ്സ, ബർഗർ ഇതൊക്കെ ഞാൻ ടിവിയിൽ 500 രൂപ പോസ്റ്റർ ഒട്ടിക്കാനായിട്ട്. അത് 500 രൂപ എന്ന് പറയുന്നത് കൂടുതലാന്ന്. പിന്നെ കാറ്ററിംഗിന് പോകും, കാറ്ററിംഗിന് 350 രൂപ. എല്ലാ ആൾക്കാരുടെ തുടക്കം ഒരു കാറ്ററിംഗ് ആണ്. കാറ്ററിംഗിന് തുടക്കം കാറ്ററിംഗിന് 350 രൂപ 300 രൂപ അത്രയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ അത് വെച്ച് നോക്കിയപ്പോ എനിക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ പോയി 500 രൂപ കിട്ടും. അപ്പൊ കുറച്ച് കൂടുതൽ കിട്ടും. എളുപ്പമാണല്ലോ. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന പൈസക്ക് ഞാൻ എന്റെ എന്തെങ്കിലും ഷർട്ടോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. അല്ലെങ്കിൽ പിന്നെ പിസ്സ, ബർഗർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ വന്നിട്ടാണ്, കൊച്ചിയിൽ വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. സോ എന്റെയൊക്കെ കൊച്ചിലെ നമുക്ക് ചോറ്, മീൻകറി, അച്ചിങ്ങത്തോരൻ അതൊക്കെ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, ഇതെന്താ നമുക്ക് മാത്രം ഇങ്ങനെ ഈ ടി വിയിലൊക്കെ കാണുന്ന പോലത്തെ ഫുഡൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ചിന്തയായിരുന്നു. പക്ഷെ പിന്നീട് ഇതെല്ലാം കഴിച്ചിട്ട് റിയലൈസേഷൻ ഉണ്ടായതാണ്, അന്ന് കഴിച്ച ആ ചോറ്, മീൻകറി, അച്ചിങ്ങത്തോരനായിരുന്നു ഏറ്റവും ബെസ്റ്റ് ഫുഡ് ഇൻ ദ വേൾഡ്. അപ്പൊ അതിലേക്കൊക്കെ തിരിച്ചു പോവാനായിട്ട് തോന്നുന്നു. നാടൻ ഫുഡിന്റെ ടേസ്റ്റ് അത് എത്ര നമ്മൾ ഒരു ബർഗർ, പിസ്സ കഴിച്ചാലും നാടൻ ഫുഡിന്റെ ആളാ. ചോറ് പണ്ട് ഭയങ്കര സ്കിന്നി ആയിരുന്നല്ലോ, ഭയങ്കര സ്കിന്നി ആയിരുന്നു. അപ്പൊ അത് എങ്ങനെ ഒരു കറക്റ്റ് ഫിറ്റ്, ഒരു കറക്റ്റ് ഒരു ബോഡി ഫുഡൊക്കെ എന്തായിരുന്നു? ചിലർ എത്ര കഴിച്ചാലും വണ്ണം വെക്കാൻ വേണ്ടി ഡയറ്റ് ചെയ്ത ആളാ. അതെന്താ കഴിക്കുന്നേന്ന് ചോദിച്ചത്. അത് ഡയറ്റീഷ്യൻ പറഞ്ഞ രീതിയിലുള്ള ഇപ്പൊ പയറ് പുഴുങ്ങിയത്, അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ഷേക്ക്, ചോറ്, ഉച്ചക്ക് ചോറ്, മീൻകറി എന്തെങ്കിലുമൊക്കെ, അതൊക്കെ പ്രോപ്പർ പോർഷൻ കൺട്രോൾ. ഉറക്കം കറക്റ്റ് ആയിട്ട് വേണമെന്ന്. ഉറക്കം കറക്റ്റ് ആയിട്ട് വേണം. ഇന്ന ടൈമിൽ ഉറങ്ങണം, ഇന്ന ടൈമിനല്ല. എനിക്ക് കിടന്നു കഴിഞ്ഞാൽ ആ കറക്റ്റ് ഒരു 7 മണിക്കൂർ ഉറങ്ങിയിട്ട് എഴുന്നേക്കണം എന്നേ ഉള്ളൂ. അതിപ്പോ അങ്ങനെ ടൈം ടേബിൾ വെച്ച് ഉറങ്ങാനൊന്നും എന്റെ പ്രൊഫഷൻ അത് എന്തായാലും പറ്റത്തില്ല. നമ്മൾ ഈ ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇപ്പൊ ഈ മോഡലിംഗ് പ്രൊഫഷനിൽ ഏറ്റവും എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? എനിക്ക് സത്യം പറഞ്ഞാൽ ബാഡ് എക്സ്പീരിയൻസ് ചോദിക്കാൻ നേരത്തെ എനിക്ക് ഇങ്ങനെ ആലോചിക്കായിട്ട് വരുന്നു. അങ്ങനെ ബാഡ് എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിട്ടില്ല. ലൈക്ക് എനിക്കിങ്ങനെ കോളുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെ മെസ്സേജ് ഇന്ന ആവശ്യം പ്രോജക്റ്റിന് വേണ്ടിയാണ് അതാ ഇതാന്നൊക്കെ പറഞ്ഞ് വരും. പക്ഷെ എൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അവർ പോകും. കാരണം അവർക്ക് തോന്നും ആള് ഭയങ്കര ടഫാണ്, അങ്ങനെ ടാസ്ക് ആണെന്ന് മനസ്സിലാവും. പ്രപ്പോസ് ചെയ്തിട്ട് എനിക്ക് കല്യാണം കഴിക്കുന്ന ശ്രുതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ഭയങ്കര പുറകെ നടന്നിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെ ഒന്നുമില്ല, പുറകെ നടന്നിട്ടൊന്നുമില്ല. പക്ഷെ ജെനുവിൻലി എന്നെ അടുത്ത് പറഞ്ഞിട്ടുള്ള ലൈക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ കറന്റ്ലി ഇപ്പൊ റിലേഷൻഷിപ്പ് അങ്ങനെ ഒന്നും ഇല്ല. പക്ഷെ ഇപ്പൊ റീസെന്റ് കൂടി ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നമുക്കിങ്ങനെ നീ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളത്. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര കൺസേൺ ആണ്. ഒരു ആൺകുട്ടിയുടെ ലൈഫ് ഞാൻ കളയുന്നു എന്നുള്ള രീതിയിലാണ് എനിക്ക് തോട്ട് വരുന്നത്. അപ്പോൾ എനിക്കൊരു പാർട്ണർ വരുന്നു എന്നതിന് അപ്പുറത്തേക്ക് ഞാൻ ആളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കും. ആൾക്കൊരു കുടുംബം വേണം, ഒരു കുട്ടി ഉണ്ടാവണം, അപ്പോൾ ഒരു ലൈക്ക് ഫാമിലി ആയിട്ട് ജീവിക്കണം. അപ്പൊ അങ്ങനത്തെ തോട്ടൊക്കെ തോന്നുമ്പോൾ എനിക്ക് തന്നെ സ്വയം തോന്നുന്നു, ഞാൻ എന്തിനാണ് വന്നിട്ട് ആളുടെ ലൈഫിലേക്ക് വന്നിട്ട് അത് കളയുന്നത്. അത്രയും ഇഷ്ടമാണെങ്കിൽ നമുക്ക്
അത്രയും ഇഷ്ടമുള്ള പേഴ്സൺ ആണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമാണ്. പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ കാണത്തില്ല, എന്നിട്ട് ഏതെങ്കിലും ഒരു തന്നെ നോക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവം. അല്ല, നന്നായിട്ട് സ്നേഹിക്കുന്ന ആൾ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ആൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ കാരണം അത് നശിച്ചു പോകണ്ട, അങ്ങനെ ഞാൻ ചിന്തിക്കത്തുള്ളൂ. എനിക്കിങ്ങനെ പാർട്ട്ണർ അങ്ങനെ വേണം, അതങ്ങനെ പാർട്ട്ണർ അഥവാ കിട്ടിയ എന്തൊക്കെ ക്വാളിറ്റി വേണം അങ്ങനെയൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. പാർട്ട്ണർ കിട്ടിയാൽ മതി, ഏതെങ്കിലും ഒരാൾ പാർട്ട്ണർ മതി, അങ്ങനത്തെ ട്രസ്റ്റ് വർത്തി ആയിരിക്കണം, ഭയങ്കര ലോയൽ ആയിരിക്കണം. പിന്നെ ഞാൻ ഭയങ്കര ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ഒരാള് വേണം. അപ്പൊ അതിനെയൊക്കെ മനസ്സിലാക്കി നിൽക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഓക്കെ. അപ്പം ഇനി മൂവീസ് ഒക്കെ വരുന്നല്ലോ, അപ്പൊ ഇനി അടുത്തൊരു നായികയായിട്ട് ഒരു മൂവി അഥവാ വിളിച്ചാൽ ഏത് നടന്റെ കൂടെ അഭിനയിക്കണം? അപ്പൊ ഒരു അതിപ്പോ ഏത് നടനാണേലും അഭിനയിക്കും എന്നുള്ളതാണ്. എനിക്ക് ഇഷ്ടങ്ങളുണ്ട്. എനിക്ക് ലാലേട്ടൻ, മമ്മൂക്ക, അവരുടെയൊക്കെ നായികയായിട്ടൊന്നും അഭിനയിക്കാൻ പറ്റുന്നില്ല, പക്ഷെ അവരുടെയൊക്കെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അതുപോലെ ഫഹദ് ഫാസിൽ, നമുക്കൊരു ക്രഷ് കാണുമല്ലോ, നമുക്ക് ഇന്ന ഒരാളോട് അറ്റ്ലീസ്റ്റ് ഒരു സീനെങ്കിലും അഭിനയിച്ചിരുന്നെങ്കിൽ ഭയങ്കര ക്രഷായിട്ട് നമ്മളിങ്ങനെ കൊണ്ടുനടക്കുന്നത്. എനിക്ക് ക്രഷ് രാജമൗലിയോട് ഭയങ്കര ക്രഷാണ്, ഡയറക്ടർ രാജമൗലി. ഞാൻ വിചാരിച്ചു ഇപ്പൊ പറയട്ടോ വീണോ ദുൽഖർ സൽമാൻ ഇപ്പൊ പറയുന്ന ഞാൻ വിചാരിച്ചു. അല്ല, ഞാൻ ഭയങ്കര വെറൈറ്റി. എന്റെ ക്രഷ് ഒക്കെ ഭയങ്കര, എന്റെ ഏറ്റവും വലിയ ക്രഷ് എന്ന് വെച്ചാൽ ഡോക്ടർ KG യേശുദാസാണ് എന്റെ ഏറ്റവും വലിയ ക്രഷ്. ആളുടെ സൗണ്ട്, ആളുടെ വോയിസ് അഭിനയിക്കാൻ പറ്റില്ല, പാടാൻ വേണമെങ്കിൽ പറ്റും. അപ്പൊ അതുപോലെ രാജമൗലി സാർ, പുള്ളിയുടെ ഒരു പ്രോജക്റ്റിൽ അഭിനയിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ഡ്രീം. എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ആളുടെ ടേസ്റ്റ്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, നായികമാരിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു നായിക ഏതെങ്കിലും അഭിനയത്തിലായാലും? എനിക്കൊന്ന് നയൻതാര വല്ലതാണോ നയൻതാര? അതുണ്ട്, അത്രയും എനിക്ക് ഇഷ്ടമുള്ള നടി സായി പല്ലവിയാണ്. സിംപ്ലിസിറ്റി ആയതുകൊണ്ടല്ല, പുള്ളിക്കാരി ഭയങ്കര സിമ്പിളാണ്, നന്നായിട്ട് അഭിനയിക്കും എന്നുള്ളതാണ്. പുള്ളിക്കാരി നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് ഡാൻസ് കളിക്കും. പിന്നെ ആ ഒരു സിംപ്ലിസിറ്റി. ഇപ്പോൾ ഉള്ളൊരു നടിമാരും നമ്മളെ പണ്ടത്തെ നടിമാരുണ്ട്, ശോഭന, കാവ്യ മാധവ്, മഞ്ജു വാര്യർ, ആ ഒരു ലെവലിലേക്ക് ഏതെങ്കിലും ഒരു നടി ഇപ്പൊ എത്തിയിട്ടുണ്ടെന്ന് എവിടെയും തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും ഇപ്പോഴത്തെ മൂവീസിൽ? അങ്ങനെയല്ല, അതൊക്കെ അതുപോലെ ടാലന്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് എല്ലാ ഒരു എറയിലും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഈ പറയുന്ന ശോഭന, രേവതി, ഉർവശി, അങ്ങനെ അവരൊക്കെ 80s മുതലേ ഉള്ള ആൾക്കാരാണ്. അപ്പം മുതലേ നമ്മൾ കണ്ട് അഡ്മയർ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ്. പക്ഷെ ആ ഒരു സിനിമകൾ, പണ്ടത്തെ സിനിമ നടിമാരൊക്കെ നമുക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്ത് റിവാച്ച് ചെയ്യാൻ തോന്നും. പക്ഷെ ഇപ്പോഴത്തെ മൂവീസ് ഓൺ ടൈം വാച്ച് ഒക്കെ ആയിട്ട്, എന്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ കമന്റ്സ് ഒക്കെയല്ലോ അങ്ങനെയൊക്കെ കാണുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, കാരണം ഞാനൊക്കെ 90s കിഡ്സാ, ഏർലി 90 കിട്ടാ. അപ്പൊ ഞാനൊക്കെ എന്റെ ലൈഫ് ഭയങ്കരമായിട്ട് സിനിമയിൽ ഇങ്ങനെ ഇത് ചെയ്തിട്ടുള്ള. അപ്പൊ ഒരു 98 തൊട്ട് ഒരു 2010-12 വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സിനിമ മാത്രം ഇങ്ങനെ കണ്ട് ജീവിച്ചിട്ടിരുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് ഇന്ന സിനിമയുടെ പുറകെ അടുത്ത സിനിമ ഇറങ്ങുന്നു, അതിനാരാണ് ഡയറക്ടർ, ആരൊക്കെയാണ് അഭിനയിച്ചത്, ആരാണ് പാട്ട് പാടിയത്, ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അന്നിപ്പോ സോഷ്യൽ മീഡിയ ഇത്ര ഇതായിട്ട് ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് പ്രോപ്പറായിട്ട് അറിയാം. പക്ഷെ ഇപ്പോഴത്തെ സിനിമകളൊക്കെ എന്താ ഇറങ്ങുന്ന പാട്ട്, അതൊന്നും അങ്ങനെ മനസ്സിൽ നിൽക്കുന്നില്ല. പാട്ട് ഞാനിപ്പോ പണ്ടത്തെ പാട്ടാണ്, ഞാൻ 2K ആണ്, എന്നാലും എനിക്ക് 90s ഒരു, ഞാൻ പക്ഷെ 70s പാട്ടാ കേൾക്കുന്നത്. അല്ലല്ല, ഞാൻ 90s ആണ്, പക്ഷെ ഞാൻ 70s ജനിക്കേണ്ട ഒരാളാണ്. കാരണം എന്റെ ഈ വലിയ അമ്മാവന്മാരുടെ കൂടെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ഭയങ്കര വൈബാ എനിക്ക്. അവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ പണ്ടത്തെ മോഹൻലാലിന്റെ പാട്ട്, ശോഭനയുടെ പാട്ട്, ഞാൻ അതല്ല, അതിലും പഴയതാ എനിക്ക്, അതിലും പഴയത് ശിവാജി ഗണേശൻ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ പാട്ട് കേൾക്കുമ്പോ ഒരു ഇതുണ്ട്. പണ്ട് ഞാൻ വീട്ടിലൊക്കെ ചാനൽ മാറ്റുന്നു, എനിക്ക് ഈ പാട്ടൊന്നും ഇഷ്ടമില്ല, എനിക്ക് ഒരു ഡെല്ലാമോ എന്നൊക്കെ പറഞ്ഞ ആ പാട്ടൊക്കെ കേൾക്കത്തുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ പാട്ടൊക്കെ കേൾക്കാനാണ് കൂടുതൽ ഒരു റിലാക്സ് ആണ് ഇപ്പോഴത്തെ ഈ പാട്ടൊക്കെ കേൾക്കാൻ. അപ്പം നടനിലപ്പം സിനിമകളിൽ വന്ന് പാട്ടുകൾ ഇല്ലാതായി, റൊമാൻറ്റിക് സോങ്സ് ഇല്ലേ ഇല്ല. പഴയ പോലത്തെ കരിമീഴി, കുരുവിയെ കണ്ടില്ല, അങ്ങനത്തെ പാട്ടുകളൊന്നും ഇപ്പോഴത്തെ സിനിമയിലേ ഇല്ല. അതൊക്കെ ഇനി എപ്പോ കാണാൻ പറ്റുമോ? തമിഴിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. തമിഴില് പിന്നെയും നമ്മൾ കുറച്ചുകൂടി ക്ലോസ് ടു റിയാലിറ്റി ആണല്ലോ മലയാള സിനിമയെ ആൾക്കാർ പൊക്കി പറയുന്നതും അതുകൊണ്ടാണല്ലോ. ഭയങ്കര നാച്ചുറലി ഷോർട്ടാണ് നമ്മളുടെ സിനിമ. അപ്പൊ അതുകൊണ്ടായിരിക്കാം സിറ്റുവേഷൻ മാച്ച് ആവുന്ന രീതിയിൽ പാട്ടൊന്നും ഇല്ലാത്ത. പക്ഷെ തമിഴില് സിനിമ ഒരു ഭയങ്കര ഒരു സിനിമാറ്റിക് രീതിയിൽ അവർ ചിത്രീകരിക്കുന്നതുകൊണ്ട് എന്താണല്ലോ അതിനകത്ത് പാട്ടുകളൊക്കെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഓക്കെ.
അപ്പൊ എന്തായാലും ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു, സംസാരിച്ചു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ലൊരു ഇന്റർവ്യൂ സെക്ഷൻ ആയിരുന്നു. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. മൂഡ് സിങ്സ് തൊട്ട് സിനിമ വരെ മൂഡ് സിങ്സ് തൊട്ട് സിനിമ വരെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത് പുതിയ മൂവിയൊക്കെ ഇറങ്ങുമ്പോൾ അപ്പോഴൊരു ഇന്റർവ്യൂ ഒക്കെ എടുക്കാം. ഇനി വലിയ നടിയൊക്കെ ഇന്റർവ്യൂ തരുമെന്നോ ഞാൻ വിളിക്കാൻ പറയും, ഇന്റർവ്യൂ തരത്തില്ല, ഡേറ്റ് ഇല്ല എന്നൊക്കെ പറയുന്നത് അപ്പോഴ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ വളരെ നല്ല ടൈമായിരുന്നു.